നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ കർശന ഉപാധികളോടെയാണ് ഓരോ യാത്രകളും ഏവരും നടത്തിവരുന്നത്. പ്രത്യേകിച്ച് വിമാനയാത്രകൾ. ഓരോ രാജ്യത്തും ഓരോ തരം നിബന്ധനകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വിമാനത്താവളത്തിൽ എത്തുമ്പോൾ എടുക്കേണ്ട ടെസ്റ്റുകളും വിമാനത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എടുക്കേണ്ട ടെസ്റ്റുകളും എല്ലായിടത്തും പാലിച്ചു പോരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും കോവിഡ് സ്ഥിരീകരിക്കുന്നത് അനവധി പേർക്കാണ്. ഇത്തരത്തിൽ വിമാനയാത്രയ്ക്കിടെ കോവിഡ് സ്ഥിരീകരിച്ച യുവതി കഴിച്ചുകൂട്ടിയത് വിമാനത്തിലെ ശൗചാലയത്തിലാണ്. അതും 3 മണിക്കൂർ. ചിക്കാഗോയിൽ നിന്ന് ഐലാൻഡിലേക്ക് ഐലാൻഡ് എയർ വിമാനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന മാരിസ ഫോർട്ടിയോ എന്ന അധ്യാപികയ്ക്കാണ് ഈ അനുഭവം ഉണ്ടായത്. വിമാനത്തിനുള്ളിൽ യാത്രയ്ക്കിടെ സ്വയം നടത്തിയ കോവിഡ് പരിശോധന പോസിറ്റീവായതോടെയാണ് യുവതി ഈ മുൻകരുതൽ സ്വീകരിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2 ഡോസ് വാക്സിനും ബൂസ്റ്റർ ഡോസും സ്വീകരിച്ച മാരിസ ഫോർട്ടിയോ വിമാനയാത്രയ്ക്ക് മുമ്പ് 2 തവണ PCR പരിശോധനയും 5 തവണ റാപ്പിഡ് പരിശോധനയും നടത്തിയിരുന്നു. എന്നാൽ എല്ലാ പരിശോധനയിലും ഫലം നെഗറ്റീവായിരുന്നുവെന്ന് മാരിസ പറഞ്ഞു. വിമാനയാത്ര തുടങ്ങി 1.5 മണിക്കൂർ പിന്നിട്ടതോടെ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് തനിക്ക് തന്നെ തോന്നിയതായി ഫോർട്ടിയോ മാധ്യമങ്ങളോട് പറഞ്ഞു. യാത്രയ്ക്കിടെ തനിക്ക് തൊണ്ടവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടതായും ഇവർ പറഞ്ഞു. ഇതോടെ കയ്യിലുണ്ടായിരുന്ന കോവിഡ് റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് സ്വയം പരിശോധന നടത്താൻ അവർ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് വിമാനത്തിന്റെ ശുചിമുറിയിൽ പോയി അവർ പരിശോധന നടത്തി. പരിശോധനാഫലം വരുമ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിരുന്നു വിമാനം. തുടർന്ന് ഇവർ ഇക്കാര്യം ജീവനക്കാരെ അറിയിച്ചു. ശുചിമുറിയുടെ വാതിലിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്ന സ്റ്റിക്കർ പതിച്ച ശേഷം ഫോർട്ടിയോയെ യാത്ര തുടരാൻ ജീവനക്കാർ അനുവദിക്കുകയായിരുന്നു. എന്നോടൊപ്പം അത്താഴം കഴിച്ച എന്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ പരിഭ്രാന്തിലായി. വിമാനത്തിലെ മറ്റാളുകളെ ഓർത്തും എന്നെക്കുറിച്ച് തന്നെ ഓർത്തും ഞാൻ ആശങ്കപ്പെട്ടു. വിമാന ജീവനക്കാർ എന്നെ ശാന്തയാക്കാൻ ശ്രമിച്ചു. എന്നാൽ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. 150 യാത്രക്കാർ ഉണ്ടായിരുന്നു വിമാനത്തിൽ. അവർക്ക് രോഗം പിടിക്കുമോ എന്നായിരുന്നു എന്റെ ഭയം എന്നും മാരിസ ഫോർട്ടിയോ മാധ്യമങ്ങളോട് പറഞ്ഞു. ഐലാൻഡിൽ വിമാനമിറങ്ങിയപ്പോൾ അവസാനമായാണ് മാരിസയും കുടുംബവും വിമാനത്തിൽ നിന്ന് ഇറങ്ങിയത്. ഇവരുടെ സഹോദരനും പിതാവിനും രോഗലക്ഷണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ സ്വിറ്റ്സർലാൻഡിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിച്ചു. തുടർന്ന് മാരിസയ്ക്ക് റാപ്പിഡ് പരിശോധനയും PCR പരിശോധനയും നടത്തി. 2ന്റെയും ഫലം പോസിറ്റീവായിരുന്നു. തുടർന്ന് അവരെ ഒരു ഹോട്ടലിലേക്ക് ക്വാറന്റൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.